നമസ്കാരം. നമുക്കൊരു ഇലയട ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏലക്കായാണ്, ഒരു 7 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലിയ തേങ്ങ ആയിരുന്നു. അപ്പം നമ്മൾ ഇത് കുക്കറിലിട്ട് നമ്മൾ ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഈ ശർക്കര മെൽറ്റായി കിട്ടും. എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുവാണെങ്കിൽ ആ മണ്ണൊക്കെ ഇല്ലാതാകും. അപ്പോൾ അതിലേക്ക് നമ്മൾ അന്നേരം കുറച്ച് വെള്ളമായിരിക്കും, അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോൾ ആ വെള്ളമെല്ലാം വറ്റി നല്ല കുറുകും. എന്നിട്ട് നമ്മൾ ഇലയിൽ ഏറ്റവും കുറച്ച് പരത്താമെങ്കിൽ അത്രയും കുറച്ച് നമ്മൾ പരത്തുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ തൊടാമെങ്കിൽ അത് നമ്മുടെ കയ്യെ പറ്റാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് ഈ ചേർത്ത് വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങയും ആ കൂട്ട് ഇതിലേക്ക് നന്നായിട്ട് നിരത്തി നമ്മൾ വേഗം വെക്കും. കുറച്ച് സമയം വെന്ത് കഴിയുമ്പോൾ നമ്മൾ അടപ്പൂരിയിട്ട് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. മുകൾ വശം താഴെയാക്കി അങ്ങനെ വെച്ച് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സൂപ്പറാണ്.